ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന 2026 ജൂൺ മാസഫലം ചിങ്ങക്കൂറുകാർക്കും ചിങ്ങലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ്. അതായത് മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പാദത്തിൽ പെടുന്നവർക്കും ചിങ്ങ ലഗ്നക്കാർക്കും ജൂൺ മാസം എങ്ങനെയാകും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി എങ്ങനെയാന്ന് നോക്കാം. ജൂൺ മാസത്തെ ഗ്രഹസ്ഥിതി. ജൂൺ 2 ഗുരു 11 നിന്നും 12 രാശി മാറുന്നു. ശുക്രനും ജൂൺ 8 12 രാശി മാറുന്നു. സൂര്യൻ ജൂൺ 15 11 രാശി മാറുന്നു. അതായത് ജന്മലഗ്ന രാശിയാധിപനായിട്ടുള്ള സൂര്യൻ 11 രാശി മാറുന്നു. ചൊവ്വ ജൂൺ 20 10 രാശി മാറുന്നു. ജൂൺ 22 ബുധൻ 12 രാശി മാറുന്നു. ശനി അഷ്ടമത്തിൽ, രാഹു 7, കേതു ജന്മരാശിയിൽ. ഇതാണ് ജൂൺ മാസത്തെ ഗ്രഹസ്ഥിതി. അതിൽ പ്രധാനമായിട്ടും ജൂൺ മാസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗുരു, ശുക്രൻ, സൂര്യൻ, ചൊവ്വ, അതുപോലെ ബുധൻ, ഈ 5 ഗ്രഹങ്ങൾക്ക് ജൂൺ മാസത്തിൽ രാശിമാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് ജൂൺ മാസത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച്, ഈ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ഫലങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെയായിരിക്കും ഈ ചിങ്ങക്കുറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ആരോഗ്യസ്ഥിതി നോക്കാം. അപ്പോൾ ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശിയിൽ കേതു ഉള്ള സമയമാണ്. ജന്മരാശ്യാധിപനായ സൂര്യനാണെങ്കിൽ 10 11 സഞ്ചരിക്കുന്നു. 6ാം ഭാവാധിപൻ എന്ന് പറയുന്ന ശനിയാണ്. ആ ശനി അഷ്ടമത്തിൽ നിൽക്കുകയാണ്. 6ാം ഭാവാധിപൻ അഷ്ടമത്തിൽ വരിക എന്ന് പറയുമ്പോൾ അഷ്ടമശനി ആണെങ്കിലും 6ാം ഭാവാധിപൻ അഷ്ടമത്തിൽ വരുന്നത് വിപരീത രാജയോഗമാണ്. അതുപോലെ 8ാം ഭാവാധിപനാണ് ഗുരു. ആ ഗുരു ആണെങ്കിൽ 12 വരുന്നത്. അതും അഷ്ടമ ഭാവാധിപൻ 12 വരുന്നതും വിപരീത രാജയോഗമാണ്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അവർക്ക് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിലൂടെ അതിൽ നിന്ന് റിക്കവറി അല്ലെങ്കിൽ ആശ്വാസം ഉണ്ടാകുന്ന സമയമാണ്. അതേസമയം ശനിയുടെ ദൃഷ്ടിയൊക്കെ 2 ഉള്ള സമയമാണ്. അതുപോലെ 5ാം ഭാവാധിപൻ ചൊവ്വ, ആ ചൊവ്വ 12 വരുന്നുണ്ട്. അത് ചെറിയ തോതിലുള്ള ഒരു എന്തെങ്കിലുമൊക്കെ ഡെൻ്റൽ ഇഷ്യൂസൊക്കെ ചിലപ്പോൾ ഉണ്ടാക്കാം. ദന്ത സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും മൈനർ ഹെൽത്ത് പ്രോബ്ലമൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് 5ാം ഭാവാധിപനൊക്കെ 12 വരുമ്പോൾ നമുക്ക് ഈ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാം. 12 ഗുരു ഉച്ചനാണെങ്കിൽ തന്നെയും 5ാം ഭാവാധിപൻ ഭാവത്തിൻ്റെ അഷ്ടമത്തിൽ വരികയാണ്. അപ്പോൾ 5ാം ഭാവ സംബന്ധമായിട്ടുള്ള ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്നുള്ളതിനാൽ നമ്മൾ ആഹാരത്തിൽ ശ്രദ്ധിക്കണം. അതുപോലെ ഡെയിലി റൂട്ടീനിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം. അതുപോലെ 5ാം ഭാവം സന്താനത്തിൻ്റെ ഭാവവും കൂടെയാണ്. അത് 12 വരിക എന്ന് പറയുമ്പോൾ സന്താനത്തിൻ്റെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധിക്കണം. പൊതുവെ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചെലവ് കൂടാവുന്ന സമയം കൂടിയാണ്. പ്രത്യേകിച്ച് 12 ഗുരു, 12 ശുക്രൻ, 2 ശുഭഗ്രഹങ്ങൾ 12 വരികയാണ്. അപ്പം നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവ് ഈ ജൂൺ മാസത്തിൽ ഉണ്ടാകാം എന്നും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് അത് ചിലവാകുമ്പോൾ അതിൽ നിന്ന് നമ്മൾ റിക്കവറി കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവ് ഈ സമയത്ത് ഉണ്ടാകാം. സന്താനങ്ങൾക്ക് വേണ്ടി ചിലവുണ്ടാകാം. ചിലപ്പോൾ സന്താനങ്ങളുടെ വിദേശ യാത്രകൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കും. അങ്ങനെ പൊതുവെ ചിലവൊക്കെ കൂടാൻ സാധ്യതയുള്ള സമയമാണ്. ഇനി തൊഴിൽസ്ഥിതി ചിന്തിക്കുമ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ സൂര്യനാണ്. ആ സൂര്യൻ ആദ്യ പകുതി അത് 10 നിൽക്കുകയാണ്. കർമ്മസ്ഥാനത്ത് ദിഗ്ബലത്തോടു കൂടി നിൽക്കുകയാണ് സൂര്യൻ. അത് കഴിഞ്ഞാൽ സൂര്യൻ 11 മാറുന്നത്. അപ്പോൾ 10ാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ ആദ്യ വാരം 11 അതിനുശേഷം അത് നേരെ 12 രാശി മാറുന്നു. അപ്പം ഭാഗ്യഭാവാധിപൻ ആണ് ഈ ചൊവ്വ. അപ്പോൾ പൊതുവെ നമ്മൾ നോക്കുമ്പോൾ ആ ചൊവ്വ 10 വരുന്നുണ്ട് ജൂൺ 20 മുതൽ. അപ്പോൾ പൊതുവെ നമുക്ക് പ്രൊഫഷണൽ തലത്തിൽ, കരിയർ തലത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. കാരണം 10 സൂര്യൻ ബലവാനാണ്, 10 നിൽക്കുകയാണ്. അപ്പം സൂര്യന് 10 ദിഗ്ബലം ഉള്ളതും കൂടെയാണ്.
ഉള്ള സമയം കൂടെ. അപ്പോൾ പ്രൊമോഷനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, സർക്കാർ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. തൊഴിലിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ സർക്കാർ തലത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും അവർക്ക് പൊതുവെ അഭീഷ്ടസിദ്ധിയുടെ സമയമാണ് ആദ്യ പകുതി. മാത്രമല്ല സൂര്യൻ 11ലേക്കാണ് രാശി മാറുന്നത്. അപ്പോൾ തൊഴിൽപരമായിട്ട് സർക്കാർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ബുധനും സൂര്യനും ഒക്കെ ബുധൻ 11 നിൽക്കുകയാണ്. 11ാം ഭാവാധിപനാണ്, ധനഭാവാധിപനാണ്. അതോടൊപ്പം തന്നെ ഈ ജന്മലഗ്ന രാശിയാധിപനായിട്ടുള്ള സൂര്യനും ആ 11ലേക്ക് വരുന്നുണ്ട് 15 മുതൽ. അപ്പം ആ സൂര്യൻ ബുധ ആദിത്യ യോഗം അത് 11 വരിക എന്ന് പറയുമ്പോൾ സർക്കാർ വഴിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇൻഫ്ലുവൻസ്, സാമൂഹ്യ ബന്ധങ്ങൾ വഴിയോ ഫ്രണ്ട്ഷിപ്പ് വഴിയോ നമുക്ക് കൂടുതൽ ഉന്നതങ്ങളായിട്ടുള്ള വ്യക്തികളുടെ സ്വാധീനങ്ങൾ വഴിയോ ഒക്കെ തന്നെ നമുക്ക് തൊഴിലിലും ബിസിനസ്സിലും ഒക്കെ നേട്ടങ്ങൾ, അംഗീകാരങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പം ഗുരു ശുക്രന്മാർ 12-ലാണെങ്കിലും ഈ ജന്മലഗ്ന രാശ്യാധിപനും ബുധനും ഒക്കെ 11 നിൽക്കുന്നത് സാമ്പത്തിക നേട്ടങ്ങൾ തരും. അതുകൊണ്ട് ഗുരു 12 വന്നതുകൊണ്ട് നമുക്കെല്ലാം നഷ്ടമായി എന്നൊരു വിചാരം നമുക്ക് വേണ്ട. ഇപ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി യാത്രകൾ വേണ്ടിവരും. വിദേശത്ത് വർക്ക് ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ആ ഗുരു ശുക്രനൊക്കെ 12 നിൽക്കുന്നത്, 12-ലാണ് ലക്ഷ്മി നാരായണ യോഗം വരുന്നത്. അത് 12 വരുന്നത് പ്രത്യേകിച്ച് വിദേശത്ത് വർക്ക് ചെയ്യുന്നവർക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കും. മാത്രമല്ല വിദേശത്ത് തൊഴിൽ അന്വേഷിക്കുന്നവർക്കും തൊഴിൽ ലഭിക്കുന്നതിനും അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ് ആ ഗുരുശുക്രന്മാർ 12 നിൽക്കുന്നത്. അതേസമയം തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാത്രകൾ, അതുവഴിയുള്ള ചെലവ് കൂടാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഗുരുവും ശുക്രൻ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണെന്നും കൂടെ മനസ്സിലാക്കുക. ഭാവിയിൽ ചിലപ്പോൾ ഗുണം കിട്ടാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും ആ പണച്ചെലവ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഗുരുവും ശുക്രനും 2 ശുഭഗ്രഹങ്ങൾ, അതും ധനകാരകനും കൂടിയാണ് ആ ഗുരു. അപ്പോൾ സമ്പത്തിൻ്റെ ഗ്രഹവും കൂടിയാണ് ശുക്രൻ. അപ്പോൾ ഈ 2 പേരും 12 നിൽക്കുമ്പോൾ ധനപരമായിട്ട് നമ്മൾ കൊടുക്കൽ വാങ്ങലിലൊക്കെ ഒരു കെയർ വേണം. ധനപരമായിട്ടുള്ള ഒരു അശ്രദ്ധ കൊണ്ടുള്ള ധനനഷ്ടത്തിനോ ഒക്കെ സാധ്യതയുണ്ട്. അതേസമയം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണച്ചെലവ് ഉണ്ടാകുന്ന സമയമാണ്. ഇനി ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുകാരകൻ ബുധനാണ്. ആ ബുധൻ 11 ആദ്യത്തെ 3 വാരം ബലവാനാണ്, സ്വക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. മാത്രമല്ല ബുധൻ 2ാം ഭാവാധിപനുമാണ്. അപ്പം ആദ്യവാരം രവി ഒക്കെ ബുധൻ ശുക്ര ഒക്കെ തന്നെ ആദ്യത്തെ വാരം ബുധനും അതുപോലെ ശുക്രനും ഒക്കെ അവിടെ യോഗം ചെയ്യുന്നുണ്ട്. 15 മുതൽ രവിയും അതുപോലെ തന്നെ ബുധനും ഒക്കെ ആ 11 യോഗം ചെയ്യുന്നുണ്ട്. അപ്പം ബിസിനസ്സിൽ നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് ഈ 5ാം ഭാവാധിപൻ ഈ 12ലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ ഈ സ്പെക്കുലേറ്റീവ് ബിസിനസ്സുകാർക്ക്, കാരണം 5ൻ്റെ അഷ്ടമസ്ഥാനമാണ് ഈ 12 എന്ന് പറയുന്നത്. അപ്പോൾ പൊതുവേ നമുക്ക് സ്പെക്കുലേറ്റീവ് ബിസിനസ്സുകാർക്ക്, സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തുന്നവർക്ക്, റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർക്കൊക്കെ അപ്രതീക്ഷിതമായിട്ടുള്ള ചില നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേസമയം 7ാം ഭാവാധിപനുള്ള ശനി അഷ്ടമത്തിൽ നിൽക്കുകയാണ്. 7-ലാണെങ്കിൽ രാഹു ഉണ്ട്. അപ്പോൾ പൊതുവേ നമ്മൾ ഈ പാർട്ട്ണർഷിപ്പ് തലത്തിലൊക്കെ ബിസിനസ് നടത്തുന്നവർ അല്പം ശ്രദ്ധിക്കണം. പാർട്ട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ബിസിനസ് സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോഴൊക്കെ ഒരു കെയർ വേണം. സഡനായിട്ടുള്ള ഡിസിഷൻ ഒഴിവാക്കുക. പ്രത്യേകിച്ച് 7-ലൊക്കെ രാഹു നിൽക്കുമ്പോൾ, രാഹു ഒരു പ്രലോഭനത്തിൻ്റെ ഗ്രഹവും കൂടിയാണ്, കൺഫ്യൂഷൻ്റെ ഗ്രഹമാണ്. അപ്പോൾ നമ്മൾ ചാടി കയറി എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം എടുക്കും. അത് ചിലപ്പോൾ ശരിയാകുന്ന വരാം, ചിലപ്പോൾ അത് ശരിയായില്ല എന്ന് വരാം. അതുകൊണ്ട് ആലോചിച്ച് തീരുമാനം എടുക്കാൻ, പ്രത്യേകിച്ച് ബിസിനസ് പരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. കഴിവതും സഡൻ ഡിസിഷൻ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഇനി വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകൻ ബുധൻ നേട്ടത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണ്. 2ാം ഭാവാധിപനാണ്, 11ാം ഭാവാധിപനാണ് ബുധൻ. ആ ബുധൻ വിദ്യാകാരകനാണ്, 11 നേട്ടത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുകയാണ്. ആദ്യത്തെ 3 വാരം ബുധനും അതുപോലെ തന്നെ സൂര്യനും ഒക്കെ തന്നെ 5 ദൃഷ്ടി വരുന്നുണ്ട് അവസാനത്തെ പകുതിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ പഠിതാക്കൾക്ക് പൊതുവെ അനുകൂല സമയമാണ്. പഠന നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. 5ാം ഭാവാധിപനും കൂടിയാണ് ആ ഗുരു. 12 ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഉന്നത പഠനം അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ടൊക്കെ
പഠനമോ ഗവേഷണമോ, കാരണം അഷ്ടമഭാവാധിപനും കൂടിയാണ് ആ ഗുരു, 12 നിൽക്കുന്നു. അപ്പോൾ പഠന സംബന്ധമായും ഗവേഷണപരമായിട്ടുമൊക്കെ വിദേശത്ത് പഠനവും ഗവേഷണവും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹങ്ങൾ സഫലമാകുന്ന സമയമാണ്. 9ാം ഭാവാധിപനായ ചൊവ്വ 9ൽ തന്നെ യോഗകാരകനായിട്ട് നിൽക്കുകയാണ്. 4ഉം 9ഉം ഭാവാധിപനാണ് ആ ചൊവ്വ. 9ാം ഭാവാധിപനും 9ൽ തന്നെ നിൽക്കുന്ന സമയമാണ്. അപ്പം ഈ ഹയർ സ്റ്റഡീസൊക്കെ നമുക്ക് ഹയർ സ്റ്റഡീസിന് അനുകൂല സമയമാണ്. ഇപ്പോൾ വിദേശമൊക്കെ ഈ തൊഴിൽ അധിഷ്ഠിത കോഴ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ അനുകൂല സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. അഷ്ടമഭാവാധിപൻ ഗുരു ഉച്ചരാശിയിൽ നിന്നിട്ട് അഷ്ടമത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ റിസർച്ചൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആലസ്യമൊക്കെ മാറി, എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറി വളരെ ഗുണാനുഭവം ഉണ്ടാകും. പ്രത്യേകിച്ച് ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സ് ചെയ്യുന്നവർ, അതുപോലെ ഈ ഫോറൻസിക് മെഡിസിൻ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ കോഴ്സ് ചെയ്യുന്നവർ, അതുപോലെ നിഗൂഢ ശാസ്ത്രങ്ങൾ അഭ്യസിക്കുന്നവർക്ക് അവർക്കൊക്കെ തന്നെ വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമാണ് അഷ്ടമഭാവാധിപൻ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുക വഴി. അതുപോലെ അവസാനത്തെ വാരം ബുധൻ 12ലേക്ക് വരുന്നു. ആ സമയത്ത് ഇപ്പോൾ ബുധൻ 12ലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പഠനപരമായിട്ട് ചിലവ് കൂടാം, പഠനപരമായിട്ട് യാത്രകളുണ്ടാകാം. ചിലർക്ക് പഠനത്തിൽ ചിലപ്പോൾ ആലസ്യം അവസാനത്തെ വാര്യം ഉണ്ടായെന്നും വരാം. അവിടെ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ധനസ്ഥിതി പൊതുവെ നമുക്ക് 2ാം ഭാവാധിപനായിട്ടുള്ള 11ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആദ്യത്തെ 3 വാരം 11 തന്നെ ബലവാനായിട്ട് നിൽക്കുന്നത് ധനാഗമം കൂട്ടും. അതുപോലെ തന്നെ ജന്മലഗ്ന രാശ്യാധിപനും 11ലേക്ക് നമുക്ക് വരുന്നുണ്ട്. അതായത് സൂര്യനും 11ലേക്ക് വരുന്നുണ്ട് ജൂൺ 15 മുതൽ. അപ്പോൾ ജന്മലഗ്ന രാശ്യാധിപൻ 11 വരുന്നു, 11ാം ഭാവാധിപൻ 11 നിൽക്കുന്നു, ധനഭാവാധിപനും 11 ബന്ധം വരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ധനാഗമം കൂടുന്ന ഒരു സ്ഥിതി കാണിക്കുന്നു. ധനവരവ് കൂട്ടും. അത് തൊഴിൽ വഴിയാകാം, ബിസിനസ് വഴിയാകാം. അങ്ങനെയൊക്കെയുള്ള ധനനേട്ടത്തിന് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് സാമൂഹ്യ സൗഹൃദ ബന്ധങ്ങൾ വഴിയൊക്കെ നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകാം എന്നും കൂടെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ അതേസമയം ധനകാരകനായിട്ടുള്ള ഗുരു 12ൽ നിൽക്കുന്ന സമയമാണ്. അതുപോലെ ശുക്രനും 12ൽ നിൽക്കുന്ന സമയമാണ്. അത് നമുക്ക് ധനച്ചെലവ് കൂടാനും ഇടയുണ്ട്. അപ്പം ധനവരവിനും സാധ്യതയുണ്ട്, ധനച്ചെലവ് കൂടാനും സാധ്യതയുണ്ട്. അപ്പം ആ ചെലവെന്ന് പറയുന്നത് സത്പ്രവർത്തനങ്ങൾക്കായിരിക്കാം, ഭാവിയിൽ നമുക്ക് ഗുണം കിട്ടുന്ന പ്രവർത്തനങ്ങൾക്കായിരിക്കാം, ചിലപ്പോൾ സന്താനങ്ങൾക്ക് വിദേശ പഠനത്തിന് വേണ്ടിയുള്ള ചിലവായിരിക്കാം, ആതുര സേവനങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കാം, ദൂരയാത്രകൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കാം. ഇപ്പോൾ എന്തായാലും ആത്മീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവായിരിക്കാം. അങ്ങനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ധനച്ചെലവ് കൂടാൻ സാധ്യതയുള്ള സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക. ഇനി നമുക്ക് വിവാഹം, ദാമ്പത്യബന്ധം, കുടുംബജീവിതം എങ്ങനെ നോക്കാം. വിവാഹം ആലോചിക്കുന്നവർക്ക് അല്പം കെയർ വേണം. പ്രത്യേകിച്ച് 7ാം ഭാവാധിപനായിട്ടുള്ള ശനി അഷ്ടമത്തിൽ നിൽക്കുകയാണ്. അതുപോലെ 7ലാണെങ്കിൽ രാഹു. അപ്പോൾ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ അല്പം കെയർ വേണം. കഴിവതും സഡനായിട്ടൊരു തീരുമാനം എടുക്കാതിരിക്കുക. കമിതാക്കളെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവാധിപൻ 12ലേക്ക് ഉച്ചസ്ഥിതിയിൽ വരികയാണ്. അപ്പോൾ ചിലപ്പോൾ പ്രണയ പങ്കാളിയുമായിട്ട് ദൂരയാത്രകളൊക്കെ പ്ലാൻ ചെയ്യുന്നതിന് സാധ്യതയുണ്ട്. ചിലപ്പോൾ ഈ പ്രണയ പങ്കാളികൾ തന്നെ വിദേശത്ത് പഠനത്തിന് പോകുന്നതിനൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. അപ്പോൾ വിദേശത്ത് പഠിക്കുന്നവർ ചിലപ്പോൾ അവിടെ നിന്ന് പ്രണയ പങ്കാളിയെ കണ്ടെത്തുന്നതിനും സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അവസാനത്തെ പകുതി ചെറിയ തോതിൽ ഈഗോ പ്രശ്നങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായെന്ന് വരാം. അതുപോലെ മാരിറ്റൽ റിലേഷൻഷിപ്പിലൊക്കെ വരുമ്പോൾ പ്രത്യേകിച്ച് ഈഗോ പ്രശ്നങ്ങൾ കമിതാക്കൊക്കെ വരുമെന്ന് പറയാൻ കാരണം ചൊവ്വയുടെയും അതുപോലെ സൂര്യൻ്റെയൊക്കെ ആ ദൃഷ്ടി 5ൽ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ചിലപ്പോൾ ചെറിയ പ്രശ്നം, അത് അവസാനത്തെ പകുതി ചെറിയ തർക്കങ്ങൾ കമിതാക്കൾക്കിടയിൽ ഉണ്ടായെന്ന് വരാം. അവിടെ ഒന്ന് ശ്രദ്ധിക്കുക. മാരിറ്റൽ റിലേഷൻഷിപ്പ് ചിന്തിക്കുമ്പോൾ 7ാം ഭാവാധിപൻ ശനി 8ൽ പോയി. മാത്രമല്ല ആ ശനി പാപ മധ്യസ്ഥിതിയിലാണ്. അതായത് ചൊവ്വയുടെയും രാഹുവിൻ്റെയും ഇടയ്ക്കാണ് ആ 7ാം ഭാവാധിപനായ ശനി നിൽക്കുന്നത്. അപ്പോൾ പൊതുവെ ദാമ്പത്യ ബന്ധത്തിൽ ഒരു ശ്രദ്ധ വേണം. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകാം, സംശയങ്ങളുണ്ടാകാം, അത് തർക്കങ്ങൾക്ക് വഴിതെളിക്കാം. അപ്പോൾ കൂടുതൽ സംയമനം ഈ ദമ്പതിമാരുടെ ഭാഗത്ത് ഉണ്ടാകേണ്ടുന്ന മാസമായിട്ട് മനസ്സിലാക്കുക.
ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലും നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. അത് മുഖാന്തരം എന്തെങ്കിലുമൊക്കെ ടെൻഷൻ നമുക്കുണ്ടാകാം. ഇനി കുടുംബ ജീവിതത്തിലോട്ട് വരുമ്പോൾ കുടുംബത്തിൽ ചില ഭാഗ്യനേട്ടങ്ങൾ ഉണ്ടായെന്ന് വരാം. കാരണം യോഗകാരകനായിട്ടുള്ള ഗുരു 19 വരെ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുകയാണ്, 4ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ അതിനുശേഷം ആ ചൊവ്വ 10ലേക്കാണ് രാശി മാറുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഫാമിലി പ്രോപ്പർട്ടി ട്രാൻസാക്ഷൻ വഴി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകാം. അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടക്കുന്നവർക്ക് അത്യപൂർവമായിട്ടുള്ള എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകാം. അതുപോലെ വീട്, വാഹനം, പ്രോപ്പർട്ടി ഇവ വാങ്ങുന്നതിനൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ് ആ 4ാം ഭാവാധിപൻ ഭാഗ്യസ്ഥാനത്ത് ബലവാനായിട്ട് നിൽക്കുന്നത്. മാത്രമല്ല 4ലേക്ക് ആ ചൊവ്വയുടെ ദൃഷ്ടിയുമുണ്ട്. അപ്പം നമ്മൾ മറ്റു രീതിയിൽ ചിന്തിക്കുമ്പോൾ ഈ 2ലൊക്കെ ചൊവ്വയുടെ ദൃഷ്ടിയുണ്ട്, 4 സൂര്യൻ്റെയും ചൊവ്വയുടെയൊക്കെ ദൃഷ്ടി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഫാമിലി പ്രോപ്പർട്ടി, ഫാമിലിയിലെ സാമ്പത്തിക സ്ഥിതി, അതുപോലെ നമുക്ക് വീട്, അതുപോലെ വാഹനം, ഇവയായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അനുകൂലമാണ്. എങ്കിലും 2 ആ ശനിയുടെ ദൃഷ്ടി, അതുപോലെ 4 സൂര്യൻ്റെയും ചൊവ്വയുടെയും ദൃഷ്ടി, അത് ഈ കുടുംബത്തിൽ പ്രത്യേകിച്ച് ബന്ധുക്കളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണം. ബന്ധുക്കൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. കാരണം അഗ്രസീവ് ആയിട്ടുള്ള എനർജി കൂടാൻ സാധ്യതയുണ്ട്. സൂര്യൻ്റെയും ചൊവ്വയുടെ ഒക്കെ ദൃഷ്ടി 4ലുള്ള സമയമാണ്, ശനിയുടെ ദൃഷ്ടി 2ലുള്ള സമയമാണ്. അപ്പോൾ അത് കുടുംബത്തിൽ ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാം ഏതെങ്കിലും കാര്യത്തെ ചൊല്ലി. അങ്ങനെ കുടുംബത്തിൽ ചിലപ്പോൾ അല്പം പീസ് ഓഫ് മൈൻഡ് കുറയാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക. അവിടെ ഒരു കെയർ കൊടുത്ത് പോവുക. അപ്പോൾ നമ്മൾ അഗ്രസീവ് എനർജി അല്പം കുറച്ച് കൂടുതൽ സംയമനം ഈ സമയത്ത് കുടുംബാംഗങ്ങൾക്കിടയിൽ ഉണ്ടാകണം. ജൂൺ 5, 6, 9, 10, 17, 18 ഈ തീയതികൾ അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഈ കൂറുകാരും ഈ ലഗ്നക്കാരും പ്രത്യേകിച്ച് ശുഭകർമ്മങ്ങൾ, മംഗളകർമ്മങ്ങൾ ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് ഒഴിവാക്കണം. അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കണം. ഇപ്പം ഞാനിവിടെ പറഞ്ഞതെല്ലാം തന്നെ ഈ ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ്. അതായത് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ചുള്ള ഫലമാണ്. ഇപ്പം ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി എന്ന് പറയുമ്പോൾ നമ്മൾ ജാതകത്തിലെ ഗ്രഹസ്ഥിതി ഇവിടെ പരിഗണിച്ചിട്ടില്ല. ഇപ്പം ജാതകത്തിൽ ഇപ്പം നിങ്ങൾക്ക് നടക്കുന്ന ദശ അപകാരം ഛിദ്രം അത് ഏറ്റവും പ്രധാനമാണ്. അത് നമുക്ക് ജാതക ചിന്തയിലൂടെ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അപ്പം ജാതകത്തിൽ ഇപ്പം നടക്കുന്ന ദശയും അപകാരവും ഛിദ്രവും ഒക്കെ ജാതകത്തിൽ ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടേതാണെങ്കിൽ ഗുണാനുഭവം കൂടും, അനിഷ്ടസ്ഥാനത്താണെങ്കിൽ ഗുണാനുഭവം കുറയും. മാത്രമല്ല നമ്മൾ ഇപ്പം ഞാനിവിടെ പറഞ്ഞു ചിങ്ങക്കൂറുകാരുടെയും ചിങ്ങലഗ്നക്കാരുടെയും ഫലം. കൂറും ലഗ്നവും ഒന്നായിട്ട് വന്നിട്ടുള്ളവർക്ക് ഈ ഫലത്തിൽ വലിയ വ്യത്യാസം വരില്ല. അതേസമയം ലഗ്നരാശി വ്യത്യസ്തമായിട്ട് വരുന്ന ചിങ്ങക്കൂറുകാർ, അപ്പോൾ ഈ മകം, പൂരം, ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക് ചിലർക്ക് ചിങ്ങലഗ്നം വരാം, മറ്റുള്ളവർക്ക് കന്നി വരാം, തുലാം വരാം, വൃശ്ചികം, ഏത് രാശിയും ലഗ്നരാശിയായിട്ട് വരാം. അങ്ങനെ ലഗ്നരാശി വ്യത്യസ്തമായിട്ട് വരുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലഗ്നരാശി, ഈ കുറുകാരുടെ ലഗ്നരാശി ഏതാണെന്ന് കാണണം. ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലവും കൂടെ കേൾക്കണം. അത് ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം, ഈ കൂറിൻ്റെ ഫലം കേൾക്കുന്നതോടൊപ്പം ആ ലഗ്നഫലവും കൂടെ കേൾക്കണം. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കേട്ടാലേ നമുക്ക് ജൂൺ മാസത്തെ പൊതുഫലത്തിൻ്റെ ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ. മാത്രമല്ല കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത ലഗ്നഫലത്തിനുണ്ട്. അത് നമുക്ക് ജാതകത്തിൽ നോക്കിയാലേ എവിടെയാണ് ലഗ്നരാശി എന്ന് അറിയാൻ പറ്റൂ. അതുകൊണ്ട് ലഗ്നഫലവും ഇതിനോടൊപ്പം കേൾക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോ കാണാം. നമസ്കാരം.